ഹലോ വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻഹ സെറ്റ് മാൻവ. അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ഫൈറ്റിന് അതിൻ്റെ നമ്മുടെ സെറ്റ് ഡിസിപ്പിൾസും എൽഡറും ഒക്കെ വരുന്നു. അവിടെ തന്നെ അപ്പോൾ തന്നെ നമ്മുടെ മൗഹത്തിലെ എൽഡറും ഡിസിപ്പിൾസും അവരെല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് അവിടെ വെച്ചേക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് തോന്നിയ പോലെ അങ്ങനെ കയറാനൊന്നും ഇവിടെ പറ്റില്ല, ഒന്ന് പോകാവോ? ഇങ്ങനെ റെക്ലസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അപ്പം ഇതൊക്കെ കണ്ടു ഞെട്ടി നമ്മുടെ സെറ്റ് ലീഡറും ഫിനാൻസ് ലീഡറും അവർ ചോദിക്കുക, ഇവിടെ എന്താ സംഭവിക്കുന്നത്? സെറ്റ് ലീഡർ, ഇവരെല്ലാം നമ്മുടെ ഈ കോൺഫറൻസ് കാണണമെന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്ത് വന്നതാണ്. എന്ത്? ഇവരെ എല്ലാവരെയും കണ്ടിട്ട് പണക്കാരാന്ന് തോന്നുന്നല്ലോ. അവരിൽ കുറച്ച് പേരെ എനിക്ക് അറിയാതാനും. ഇവരെല്ലാം ഷാൻസിയിലെ ടോപ്പ് 10 മർച്ചൻ്റ് അസോസിയേഷൻ ലീഡേഴ്സാണ്. പിന്നെ കുറച്ച് പേരാണ് ഇവിടുത്തെ ഈ ലോക്കൽ ഏരിയയിലെ വലിയ ആൾക്കാരും. പക്ഷെ അവരെന്തിനാണ് ഈ കോൺഫറൻസുകാരൻ ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്? പക്ഷെ പെട്ടെന്ന് നമ്മുടെ സെൽറ്റിൻ്റെ കാര്യം മനസ്സിലായി. പുള്ളിയാണെങ്കിൽ എൽഡറിനെ നോക്കിയിട്ട് നമ്മുടെ യോഗൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ആലോചിച്ചു. എന്ത് ചീപ്പായ ട്രിക്ക്! സെറ്റ് ലീഡറാണ് അപ്പോൾ അലയും ഒച്ചയിൽ, നിനക്കറിയില്ലേ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റാൻ പാടില്ലെന്ന്? സെറ്റ് ലീഡർ, അത് എന്നിട്ട് നീ അവരെ എന്തിനാണ് കടത്തി വിട്ടത്? അതല്ല സെറ്റ് ലീഡർ. അവിടേക്ക് നമ്മുടെ എൽഡർ വന്നിട്ട്, ഇതൊന്നും ഞങ്ങളുടെ പ്ലാൻ അല്ല സെറ്റ് ലീഡർ. ഇത് അവരുടെ അല്ലെന്നോ? അപ്പം ഇത് സതീൻസിറ്റുകാരല്ലേ ചെയ്തേ? ഇവിടെ എന്ത് സംഭവിക്കുന്നത് എന്നെ എക്സ്പ്ലെയിൻ ചെയ്തേ. ഞാൻ അവരെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി, പക്ഷേ എനിക്കറിയില്ല അവരെ കൊണ്ടുവന്ന ആരാണെന്ന്. പക്ഷേ അത് പെട്ടെന്ന് അവിടെ നിന്ന് വെച്ചാൽ അത് ഞാനാണ് സെറ്റ് ലീഡർ. പക്ഷേ സെറ്റ് ലീഡർ ഇത് കണ്ടു ഞെട്ടിയിട്ട്, എന്ത് സർവാം? ഒരുപാട് നാളായി സെറ്റ് ലീഡർ കണ്ടിട്ട്. ഈ ഓഡിയൻസ് ഒന്നും ഇല്ലാതെ ഇത് ഇത്ര എക്സൈറ്റിംഗ് അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പം എൽഡറാണെങ്കിൽ ആ ഐഡിയ കലക്കി. എന്തായാലും ലാസ്റ്റ് കോൺഫറൻസ് അല്ലേ, അപ്പോൾ ഒരു ഫെസ്റ്റിവൽ പോലെ ആയിക്കോട്ടെ ഇത്. സെറ്റ് ലീഡറാണ് ഒന്ന് ശ്വാസം വിട്ടിട്ട് എന്നിട്ട് നമ്മുടെ എൽഡർ വാങ്ങാണെ പെടുന്നു പുറകോട്ട് തിരിഞ്ഞ് നമ്മുടെ എംസിനെ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് പുള്ളി ആരേക്കാണ്, അച്ഛാ ടു യങ് ടൂറിസ്റ്റ് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. ലെറ്ററോ? നമ്മുടെ എംസിനെ നോക്കിയിട്ട്, ഇവൻ ഏറ്റവും ഫേമസും ഇൻഫ്ലുവൻസും ആയിട്ടുള്ള പീപ്പിൾസിനെ എന്നെ കാണികളായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അവൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു. പക്ഷേ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. എന്നിട്ട് അവരെല്ലാം അവിടെ ഇരുന്നു. എം സി ആണ് പറയാണ്, ആ പ്രിപ്പറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. അവിടേക്ക് നമ്മുടെ എൽഡർ വന്നിട്ട്, ഈ വർഷത്തെ മോൺഫു ആൻഡ് സദേൻ കോൺഫറൻസ് ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യത്തെ പാർട്ടിസിപ്പൻസ് അവിടെ നമ്മുടെ അറേനയിൽ ബേയാക്ചൂനും സദേനേറ്റ്സ് എൽഡസ്റ്റും അവിടെ ബാക്കിയുള്ള ഡെസിബിൾസ് എല്ലാം അവരവരുടെ സീനിയർ ബ്രദേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ, ഇത് വളരെ എക്സൈറ്റിംഗ് ആണ്. തുടക്കം തന്നെ ഓരോ സെറ്റിനെ റെപ്രസെൻറ്റേറ്റീവ് തന്നെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. ഇതിൻ്റെ റിസൾട്ട് ആയിരിക്കും ഇനിയുള്ള കോൺഫറൻസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും. പിന്നെ ആ ഡിസിപ്പിൾ ചിങ് ജിയോ യോങ്, കേട്ടതനുസരിച്ച് അവൻ ഏറ്റവും ടാലൻ്റായ മാർഷൽ ആർട്സ് ആണ്. അവൻ സയൻസ് സെറ്റിനെ ഏറ്റവും ഉയർന്നതിലേക്ക് കൊണ്ടുവരും, ഒരു യങ് ഹീറോയിനെ പോലെ തന്നെ. അതെ, ആ ഡിസിപ്പിൾ മൗഹസിൻ്റെ ഡിസിപ്പിൾ അതുപോലെ തന്നെയല്ലേ. പക്ഷേ സ്ട്രേഞ്ച് ആയിട്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരുപോലെ തോന്നുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരാൾ, ഈ മൗൺഫസിറ്റിയിലെ ഡിസിപ്പിൾ എങ്ങനെയാണ് ആ ജ്യൂമിയുമായിട്ട് മാച്ച് ആകുന്നത്? പക്ഷെ അവർക്കിത് മനസ്സിലായില്ല. അടുത്ത് കാണിക്കുന്ന ആ എൽഡസ്റ്റ്, നീ ഓടിപ്പോയില്ലേ? ഞാൻ ഉറപ്പായിട്ട് യൂണിവേഴ്സിറ്റിക്കാരുടെ അടുത്തൊന്നും ഓടിപ്പോവില്ല. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൻ്റെ അടുത്തുനിന്ന് നിനക്ക് ശരിക്കും കോൺഫിഡൻസ് ഉണ്ട്. ഇതൊക്കെ കണ്ട് നമ്മുടെ സെറ്റിൽ ചെയ്യണം. എന്നിട്ട് നമ്മുടെ ബാച്ചിനാണ് ഫൈറ്റിന് തയ്യാറാകുന്നു. ഞാൻ സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾ ഓഫ് മൗണ്ട് ഫസറ്റ്, ഒരിക്കൽ മൗണ്ട് ഫസറ്റിൻ്റെ ലീഡറാകാൻ പോകുന്നവൻ ഞാൻ ബേയാക്ചൂൻ എന്നും പറഞ്ഞിട്ട് ബേയാക്ചൂനാണ് എൽഡസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പുള്ളി അത് ഈസി ആയിട്ട് ഡോജ് ചെയ്തു. പക്ഷേ ആ സെക്കൻഡിലാണ് ബേയാക്ചൂനാണെങ്കിൽ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ആ ടെക്നിക്കിൻ്റെ പേരെന്ന് പറയുന്നത് ക്രൗച്ചിങ് ടൈഗർ അസുർ യാങ് സോഡ്. ഇതൊന്ന് കണ്ട് ഞെട്ടി നമ്മുടെ എൽഡസ്റ്റ്. എന്നിട്ട് ബേയാക്ചൂൻ അറ്റാക്ക് ചെയ്തു. അതിൻ്റെ വിൻ്റെ ശക്തി തന്നെ ഭയങ്കരമായിരുന്നു. അവിടെ ജോഗിൽ പറയുകയാണ്, സീനിയറിൻ്റെ ക്രൗച്ചിങ് ടൈഗർ അസുർ യാങ് സോഡ്, അദ്ദേഹം ഒരു ടൈഗറിനെ പോലെ തന്നെ അറ്റാക്ക് ചെയ്യാൻ പതുങ്ങിയിരിക്കുന്ന പോലെ. ഈ ടെക്നിക്ക് ഒരാൾക്കാണെങ്കിൽ സ്പീഡിലും കണ്ടിന്യൂസ് ആയിട്ടും അറ്റാക്ക് ചെയ്യാൻ സഹായിക്കും. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഇത്. പക്ഷേ എന്ന് മുതൽ ഇത് എപ്പോഴാണ് ഇത്രയും പവർഫുൾ ആയത്? ആ ഗ്രേറ്റ് യോങ് വരെ പുറകോട്ട് മാറിപ്പോയി. ഇത് അദ്ദേഹത്തിൻ്റെ ഐസൊലേറ്റ് ട്രെയിനിങ്ങിൻ്റെ റിസൾട്ടാണോ? എന്നിട്ട് ബേയാക്ചൂൻ അങ്ങോട്ട് മാറിപ്പോയി, തെറിച്ചുപോയി. എന്നിട്ട് ബേയാക്ചൂൻ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ഇവരുടെ എല്ലാം ഫൈറ്റ് കണ്ട് ഞെട്ടിയിരിക്കുന്ന നമ്മുടെ സെറ്റ് ലീഡർ. അപ്പോൾ സെറ്റ് ലീഡർ, ഇവൻ എപ്പോഴാണ് ആ ലെവലിലെത്തിയത്? ആ എൽഡർ ഇത് കണ്ടിട്ടെന്ന് മനസ്സിലാകുന്നില്ല കാര്യങ്ങൾ. എന്നിട്ട് യോങ്ജൻ പറയാണ്, ചൂമിയോ സീനിയർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓപ്പണൻറ്റിനെ തോൽപ്പിക്കാൻ പോകുവാന്ന് തോന്നുന്നു. പുള്ളിയുടെ അലർച്ചയൊക്കെ ഇട്ട് എം സി ആണെങ്കിൽ എനിക്ക് കേട്ടു. എന്നിട്ട് യോങ്ജൻ പറയാണ്, അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുമോ? എം സി ആണെങ്കിൽ ഒരിക്കലും ഇല്ല. അവനാദ്യം അതിന് അറ്റാക്ക് ഒന്നും അവൻ്റെ മേത്ത് കൊള്ളിക്കണ്ടേ. ഒരൊറ്റ സിംഗിൾ സ്ട്രൈക്ക് പോലും അവൻ്റെ മേത്ത് കൊണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ജയിക്കാൻ പോകുന്നത്? നിനക്ക് തോന്നുന്നുണ്ട് ആ ഫേസ് കണ്ടിട്ട് അവൻ ജയിക്കാൻ പോവാന്ന്? അവിടുത്തെ പൊടിയെല്ലാം മാറിക്കഴിഞ്ഞപ്പം അവിടെ നമ്മുടെ എൽഡസ്റ്റ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു. എന്നിട്ട് ബേയാക്ചൂൻ ചോദിക്കുക, എങ്ങനെ? അത് എങ്ങനെ?
നമ്മുടെ ബേച്ചൂനാണ് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ഈസി ആയിട്ട് എൽഡസ്റ്റാണ് അത് ഡോഡ്ജ് ചെയ്യുന്നു. ബേച്ചൂൻ ടെൻഷനായിട്ടും പേടിച്ചൊക്കെ പുള്ളി മനസ്സിലായി ഇത് എങ്ങനെ ബേച്ചൂൻ്റെ എല്ലാ അറ്റാക്കും എൽഡസ്റ്റ് ആണെങ്കിൽ അത് ഡോഡ്ജ് ചെയ്ത് വിടുന്നു. പക്ഷേ ബേച്ചൂനാണ് നിർത്താതെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് ബേച്ചൂൻ മനസ്സിൽ പറയുന്നു ഇതെങ്ങനെ സാധിക്കുന്നു, ഇത് എന്തുകൊണ്ടാണ് എനിക്ക് അവനെ ഒന്ന് സ്ക്രാച്ച് പോലും ചെയ്യാൻ പറ്റാത്തത്. അവൻ വളരെ അകലെയാണ്, ഏതാണ്ട് വലിയൊരു മല ഞാൻ കാണുന്ന പോലെ. ഞാൻ ഇത്ര നാളും ചെയ്ത എഫേർട്സും ആ ടൈമും എല്ലാം എവിടെ പോയി. എന്നിട്ട് ബേച്ചൂനാണ് വീണ്ടും ക്യൂ യൂസ് ചെയ്ത് എൽഡസിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ എൽഡസ് ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് ഡോഡ്ജ് ചെയ്യുന്നതല്ല. ബേച്ചൂണ് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബേച്ചൂണാണെങ്കിൽ അടുത്തൊരു അറ്റാക്കിന് വേണ്ടി തയ്യാറാകുന്നു. പക്ഷേ ഈ പ്രാവശ്യമാണെങ്കിൽ നമ്മുടെ എൽഡസ്റ്റും തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ ഒരു അറ്റാക്കിലാണെങ്കിൽ നമ്മുടെ ബേച്ചൂനാണെങ്കിൽ അവിടെ വീണുപോയി. നമ്മുടെ ബേച്ചൂൻ്റെ അടുത്തേക്ക് നമ്മുടെ എൽഡസ്റ്റ് വന്നിരിക്കുന്നു. നോക്കി ചിരിച്ചിട്ട് എൽഡസ്റ്റ് നീ നിന്റെ ആവശ്യത്തിന് എൻജോയ് ചെയ്തു എന്ന് തോന്നുന്നു. ബേച്ചൂനാണത് കേട്ടിട്ട് ദേഷ്യത്തില് നീ എൽഡസ്റ്റ് ബേച്ചൂന് ഒറ്റ അറ്റാക്ക്. ബേച്ചൂനാണെങ്കിൽ അവിടെ നിലത്ത് വീഴുന്നു. എന്നിട്ട് വീണ് നിലത്ത് കിടക്കുന്ന നമ്മുടെ ബേച്ചൂൻ്റെ പുറത്തേക്ക് ആ എൽഡസ്റ്റ് ഒറ്റ ചവിട്ട്. അവിടെ വെടിച്ചക്ക, നീ ഇനി മൗഫസറ്റിൻ്റെ എത്ര മാർഷൽ ആർട്സ് പഠിച്ചാലും നീ എൻ്റെ രോമത്തിൽ തൊടില്ല. പക്ഷേ ഇത് കണ്ടു തീരുന്ന അവിടെ എംസിക്ക് നല്ലപോലെ ദേഷ്യം തോന്നുന്നുണ്ട്. ബേച്ചൂനാണെങ്കിൽ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. നീ ഇതിപ്പം റിയലൈസ് ചെയ്യും, നീ മനസ്സിലാക്കും നീ എത്ര വിഡ്ഢിയായിരുന്നു നീ പറഞ്ഞ കാര്യങ്ങളും. എന്നിട്ട് നമ്മുടെ എൽഡസ്റ്റ് ആണെങ്കിൽ ഒറ്റ അറ്റാക്ക്. നമ്മുടെ ബേച്ചൂനാണ് അവിടെ തെറിച്ചു വീഴുന്നു. ഞാൻ ഓർത്തു നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ചെറുതായിരിക്കുമെന്ന്. എൻ്റെ ബേച്ചൂനാണെങ്കിൽ അവിടെ വീണ് കിടക്കുന്നു. എൻ്റെ പുള്ളിയുടെ സോഡ് എടുക്കാൻ നോക്കുന്നു. എന്നിട്ട് ആ സോഡ് കൈ പിടിച്ചിട്ട് ബേച്ചൂനാണെങ്കിൽ എണീറ്റ് തന്നു. അപ്പം തന്നെ എൽഡസ്റ്റാണ് അവനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഇത് കണ്ട ബേച്ചൂൻ ആണെങ്കിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു എൽഡസ്റ്റിനെ. പക്ഷേ എൽഡസ്റ്റ് ആണെങ്കിൽ അത് ഡോഡ്ജ് ചെയ്തിട്ട് പിന്നെ ഇത് വന്ന് നമ്മുടെ ബേച്ചൂനെ അറ്റാക്ക് ചെയ്യുന്നു. എനിക്ക് അവനെ ഒന്ന് റീച്ച് ചെയ്യാൻ പോലും പറ്റുന്നില്ലല്ലോ. ബേച്ചൂൻ മനസ്സിലിത് കാറിക്കൊണ്ട് പറയുകയാണ്. പക്ഷേ ഇത്രയൊക്കെ അറ്റാക്ക് കൊണ്ടിട്ടും വേദന എടുത്തിട്ടും ബേച്ചൂൻ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും എൽഡസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പക്ഷേ എൽഡസ്റ്റ് ഈസി ആയിട്ട് ഡോഡ്ജ് ചെയ്തു. എന്നിട്ട് വീണ്ടും കൗണ്ടർ അറ്റാക്ക് ചെയ്തു. ഇത് കണ്ടിട്ട് നമ്മുടെ മൗഹത്തിലെ എല്ലാ ഡിസിപ്ലിനും ഞെട്ടിപ്പോയി. അവിടെ നമ്മുടെ ഡിസിപ്പിൾ വീണ് കിടക്കുവാണ്. ഡിസിപ്പിൾ പതിയെ എണ്ണിക്കാൻ നോക്കുന്നു. ഒന്ന് എണ്ണിക്കാൻ തന്നെ നിനക്ക് പാടാണ്, എന്നിട്ട് നിനക്ക് ആ സ്പിരിറ്റ് ഉണ്ട്. പക്ഷേ അത് മാത്രമേ ഉള്ളൂ, നിനക്ക് എന്നെ ഒന്ന് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. ബേച്ചൂനാണ് ആ വേദന എടുത്തുകൊണ്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ട്, നീ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സ്ലോ ആണല്ലോ. ഞാനിത് എത്ര പ്രാവശ്യം പറഞ്ഞു. ഇതാണ് മൗഹസെറ്റിൻ്റെയും സദീനിസെറ്റിൻ്റെയും വ്യത്യാസം. നമ്മൾ തമ്മിലുള്ള ഗ്യാപ്പ് അത്രയും വലുതാണ്. ഒരിക്കലും സംഭവിക്കില്ല ഈ മൗഹസെറ്റിലെ മാർഷൽ ആർട്സ് സദീനിസെറ്റിൻ്റെ മാർഷൽ ആർട്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ. ഇനിയിപ്പോൾ 100 1000 വർഷം കഴിഞ്ഞാലും ഇത് എപ്പോഴും സെയിം ആയിരിക്കും. ഇനിയും നിനക്കിപ്പോൾ എൻ്റെ ഒപ്പം ക്യാച്ചപ്പ് ചെയ്യണമെങ്കിൽ നീ ഈ മൗഹസെറ്റ് വിടണം, അല്ലെങ്കിൽ നിനക്കൊരു ഫ്യൂച്ചറും കാണില്ല. അല്ലെങ്കിൽ കാണുന്നതോ ഈ തകരാറായ സെറ്റ്. ഞാൻ ഒരിക്കലും പോകുന്നില്ല. പക്ഷേ ഇത് കേട്ട് ഞെക്കി നമ്മുടെ എൽഡസ്റ്റ്, ഞാൻ ഡിസിപ്പിൾ ഓഫ് മൗഹസെറ്റ്, അങ്ങനെ ആയിരിക്കണം ഒരുത്ത്. പക്ഷേ എന്നും പറഞ്ഞ് നമ്മുടെ എൽഡസ്റ്റാണ് ബേച്ചൂനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ എന്ന് കരുതി ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഓ, ഞാൻ പറഞ്ഞത് കുറേ താമസിച്ചു പോയോ. അപ്പോഴത്തേനും ഡിസിപ്പിളാണ് ബോധം കെട്ട് വീഴുന്നു. അവിടത്തേക്ക് ബാക്കിയുള്ള ഡിസിപ്പിൾസ് എന്നെ സീനിയർ ബ്രദർ എന്ന് പറഞ്ഞ് വിളിച്ചു വരുന്നു. അവർ വന്ന് വിളിച്ചപ്പോൾ ആണെങ്കിൽ ബേച്ചൂന് ബോധമൊന്നുമില്ല. ഇത് കണ്ടിട്ട് ദേഷ്യം വന്നു നമ്മുടെ ഡിസിപ്പിൾസിനെല്ലാം. നീ ചെയ്ത് കുറച്ച് കൂടിപ്പോയില്ലേ. അപ്പം എൽഡസ്റ്റ്, നീ എന്താ പറഞ്ഞേ, ഇത് വെറും സ്പാറിംഗ് ആണ്. അപ്പം ഓപ്പണൻറ്റിൻ്റെ ഇത്രയധികം ഇഞ്ചുറി ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടല്ലേ ഞാൻ അവിടെ വെച്ച് നിർത്തിയത്. എന്ത്, ഞാനിപ്പോൾ യഥാർത്ഥ സോഡ കൈ കരുതിയിരുന്നെങ്കിൽ അവൻ ജീവനോടെ ഇരിക്കുമോ. ആരോർത്തു അവൻ അത്രയധികം വീക്കായിരുന്നു എന്ന്. അവനെ എൻ്റെ ഒപ്പം കുറച്ചെങ്കിലും പിടിച്ചു വയ്ക്കാൻ പറ്റുമെന്ന് ഓർത്തെ. തെറ്റ് പറ്റിയതിന് എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് ആ ഡിസിപ്പിൾ പറയുന്നു സീനിയർ ബ്രദറിനെ ട്രീറ്റ്മെൻറ്റ് ഹാളിലേക്ക് കൊണ്ടുപോകും. യെസ്, എന്നിട്ട് അവരാണ് ബേച്ചനെ കൊണ്ടുവന്നു. എന്നിട്ട് ആ ഡിസിപ്പിൾ ആണെങ്കിൽ നമ്മുടെ എൽഡസ്റ്റിനെ ചലഞ്ച് ചെയ്യുന്നു. എൽഡസ്റ്റും സമ്മതിച്ചു. പക്ഷേ എൽഡസ്റ്റ് ആണെങ്കിൽ അപ്പോൾ സിയോങ്ഹാങ്ങിനെ വിളിച്ചു ഈ ഡിസിപ്പിളായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറയുന്നു. യെസ് സീനിയർ ബ്രദർ. ഇവിടെ കാണിക്കുന്നത് നമ്മുടെ വാങ് വിളിച്ചുകൊണ്ട് വന്ന മർച്ചൻസിനെയാണ്. അവരിലൊരാൾ പറയുന്നു അവൻ കലക്കി, ബേയാക്ചും സ്ട്രോങ്ങർ ആയിരുന്നു, പക്ഷേ ജിൻ ജിയോയോങ്ങിൻ്റെ അച്ചീവ്മെൻറ്റ്സ് അതിനേക്കാളും ഗംഭീരമായിരുന്നു. അവൻ ഷാൻസിലെ മോസ്റ്റ് ടാലൻറ്റ് സോർട്സ്മാൻ എന്നുള്ള ടൈറ്റിൽ അവന് ചേരും. അതെ, അപ്പം അവനുള്ള സെറ്റ് ഷാൻസിലെ ബെസ്റ്റ് സെറ്റെന്നും പറയാലോ. അതിനൊരു ഡൗട്ടും ഇല്ല. മൗൺഹോസെറ്റ് എന്തായാലും പുരോഗമിച്ചു, പക്ഷേ അവരുടെ വാല്യൂ സദൻ സെറ്റുമായിട്ടൊന്നുമല്ല. ഇതൊക്കെ കേട്ടുന്നത് നമ്മുടെ മർച്ചൻ വാങ്ങിനും ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറയുന്നു അവസാനം ഇവരെല്ലാം മർച്ചൻസാണ്. ഇതുപോലത്തെ ഒരു സങ്കടമായ സിറ്റുവേഷനിലും അവർ പറയുന്നത് പൈസനെക്കുറിച്ചാണ്. ഞാനും എന്തായാലും മർച്ചൻ്റാണ്, പക്ഷേ എനിക്കിത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ
ആ ലിറ്റിൽ ടോസ്റ്റ് എന്താ ആലോചിച്ചുകൊണ്ടിരുന്നേ? ഇവരെല്ലാം ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടി. അവനെന്തെങ്കിലും ഐഡിയ കാണുമായിരിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൗണ്ട് ഹോസറ്റിന് അതിൻ്റെ പഴയ റെപ്യൂട്ടേഷൻ കൊണ്ടുവരാൻ പറ്റില്ല. മറിച്ച് ഇത് വീണ്ടും തകരാറാവുകയുള്ളൂ. ഞാൻ പ്രതീക്ഷിക്കുന്നു അവൻ എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്യില്ലെന്ന്. അവിടെ കാണിക്കുന്ന നമ്മുടെ MC യോജും ചോദിക്കുന്നു, അദ്ദേഹത്തിന് നല്ല പോലെ ഇഞ്ചുറീസ് പറ്റി കാണും. അപ്പോഴും നമ്മുടെ MC പറയുന്നു, കാണുമായിരിക്കും. അവിടെ യോജാണ് നമ്മുടെ MCനെ നോക്കുന്നു. MCയുടെ ഈ സൈലൻ്റ് കണ്ട് നമ്മുടെ യോജാണ് ടെൻഷൻ തോന്നുന്നു. അപ്പോൾ യോജൻ ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ അത്ര നന്നായിട്ടല്ല പോകുന്നതെന്നറിയാം. എന്തൊക്കെയാണെങ്കിലും അവൻ നമ്മുടെ സീനിയറല്ലേ. അവനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നിനക്കൊന്നും തോന്നില്ലേ? MC പറയുന്നു, ശാന്തനാകുക സീനിയർ. അപ്പം യോജൻ പറയുന്നു, ഒരു ജൂനിയർ എന്ന നിലയിൽ നീ അങ്ങനെയല്ല പെരുമാറേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ശാന്തനാകുക. എന്നിട്ട് MC പറയണം, നീ പിന്നെ എന്താണ് പ്രതീക്ഷിച്ചത്? എന്ത്? നീ ശരിക്കും ഓർത്തോ അവൻ ജയിക്കുമെന്ന്? എന്നിട്ട് യോജൻ ആണെങ്കിൽ മനസ്സിൽ പറയുകയാണ്. ആ സമയത്ത് അവിടെയാണെങ്കിൽ നമ്മുടെ 2 ഡിസിപ്ലിൻ ഫൈറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ യോജൻ മനസ്സിൽ പറയാം, ഈ കോൺഫറൻസിൽ ജയിക്കുന്നൊന്നും എനിക്കൊരു ഹോപ്പുമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് കുറച്ചെങ്കിലും നാണം കെടാതെ പോകുകയെന്ന് ഓർത്തെ. ഈ 10 ഗ്രേഡ് സെറ്റ് അത്രയ്ക്ക് ഹൈ ലെവലാണോ? എന്നിട്ട് MC പറയാണ്, ഹാർഡ് വർക്ക് കൊണ്ട് എല്ലാം ശരിയാവുമെങ്കിൽ ഇപ്പോൾ ലോകത്തിൽ കുറേ അധികം മാർഷൽ ആർട്സ് വന്നേനെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ എന്തോരം ഹാർഡ് വർക്ക് ചെയ്തു എന്നല്ല, നിങ്ങളുടെ വർക്ക് തന്നെ എന്തോരം ഹാർഡായിരുന്നു എന്നാണ്. എന്നിട്ട് MC പറയാണ്, ഇനി നീ ശ്രദ്ധിച്ച് നോക്ക്, നമ്മുടെ സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾസ് എല്ലാം തോൽക്കും. അവരെല്ലാവരും ഒരാൾ ജയിക്കും, പക്ഷേ കണ്ടിട്ട് ആൾക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിൽ പറയണം, ഇത് നമുക്ക് ഡ്രോ ആക്കാൻ പോലും പറ്റില്ലേ? അവിടെ നിന്ന് നമ്മുടെ യോജൻ ചോദിക്കുകയാണ്, നമ്മൾ ഇതുപോലെ നാണം കെട്ട് തോൽക്കാൻ പോകണോ? അപ്പോൾ നമ്മുടെ MC, എന്ത് തോൽക്കാനോ? ആര് പറഞ്ഞു ഇപ്പം നമ്മൾ തോൽക്കാൻ പോകുന്നു? അപ്പോൾ യോജൻ ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ചോദിച്ചു, നീയല്ലേ ഇപ്പം? ഞാൻ പറഞ്ഞത് സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾസിന് മാത്രമാണ്. തയ്യാറായിക്കോ, നമുക്കിപ്പം തന്നെ ഫൈറ്റ് ചെയ്യണം. നമുക്കോ? അവിടെ പെട്ടെന്ന് നമ്മുടെ മോഹോ ഡിസിപ്ലിൻ തെറിച്ച് വീഴുന്നു. നിലത്ത് വീണ് കിടക്കുന്ന ഡിസിപ്പിൾസിൻ്റെ മണ്ടയ്ക്ക് കയറി ചവിട്ടി സാധീനി സെറ്റ്. എന്ത് തീർന്നോ? എനിക്ക് ഇപ്പോഴും തുടരാലോ എന്ന് സാധീനി സെറ്റ് ഡിസിപ്പിൾ പറയുന്നു. എന്നിട്ട് നമ്മുടെ MCനെ നോക്കിയിട്ട്, നിങ്ങൾക്കെല്ലാം സംസാരം മാത്രമേ ഉള്ളൂ. MC ഇതുകൊണ്ട് മനസ്സിൽ കാണട്ടെ നിൻ്റെ മുഖത്ത് എത്ര നേരം ആ സന്തോഷം കാണുമെന്ന്. അങ്ങനെ ഓരോ ഡിസിപ്പിൾസും തോറ്റ് വീഴുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ സെക്കൻഡ് എൽഡർ ആണെങ്കിൽ ഞെട്ടി നിൽക്കുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് 9 പ്രാവശ്യം തോറ്റു. സെക്കൻഡ് ലീഡർ, നമുക്കിത് നിർത്തണം, ഇല്ലെങ്കിൽ തേർഡ് ക്ലാസ് ഡിസിപ്പിൾ ഭയങ്കര മോശമായിട്ട് തോൽക്കും. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്താ? പക്ഷേ സെറ്റിലിംഗ് പേടിയും ടെൻഷനും ഒക്കെ ആയിട്ട് ഇത് ഞാൻ എങ്ങനെ നിർത്താനാണ്? ഇവിടെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ലീഡേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മുമ്പ് വെച്ച് ഞാൻ എങ്ങനെ പറയും ഞങ്ങൾ സെറ്റായിട്ട് ഒരു മാച്ചോ അല്ല ഇത് നിർത്തണമെന്ന്? എൻ്റെ നാവ് കൊണ്ട് തന്നെ ഞാൻ പറയണോ മോഹോ സെറ്റ് തകർന്നു എന്ന്? എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതെൻ്റെ മാത്രം ബഹുമാനത്തിന് വേണ്ടിയല്ല, ഇത് മോഹോ എപ്പോഴെങ്കിലും തിരിച്ചു വരുന്നുള്ള ആ ഹോപ്പ് തകരാറിരിക്കാൻ വേണ്ടിയാണ്. എനിക്കിത് പറയാൻ പറ്റില്ല. എൻ്റെ എൽഡറിനോട് പറയാണ്, നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇപ്പം സെറ്റ് ലീഡർ. അപ്പോൾ വീണ്ടും ഒരു മോഹോ സെറ്റ് തോൽറ്റിരിക്കുന്നു. സാധീനി സെറ്റുകാരുടെ മുഖത്താണെങ്കിൽ നല്ല സന്തോഷം. എന്നിട്ട് അവിടെ എൽഡറിനെ നോക്കി ഗ്രീറ്റിംഗ് ചെയ്യുന്നു. എൽഡറിനാണ് അതിനേക്കാൾ സന്തോഷം. പുള്ളി മനസ്സിൽ പറയുന്നു, തുടർച്ചയായിട്ട് 10 വിജയം, ഇതിനേക്കാളും സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറെ റിസൾട്ട് എന്ത്? ഞങ്ങളുടെ പ്രൊഡക്സേഴ്സ് മുതൽ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഇത്, അതോ സാധിച്ചെടുത്തതും ഞാനും. അപ്പോൾ സൈഡിലിരുന്ന മർച്ചൻസൊക്കെ, ഇത് കുറച്ച് വൺ സൈഡല്ലേ, ഇത് കാണുമ്പോൾ എനിക്കൊന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല, സാധീനി സെറ്റ് സ്ട്രോങ് ആണോ ഇല്ലെങ്കിൽ മൗൻഹോ സെറ്റ് വീക്കാണോ എന്ന്. മൈറ്റി മൗൻഹോയാണ് ശരിക്കും തകർന്നു. അത് ശരിയാണ്. അപ്പോൾ നമ്മുടെ എൽഡറാണ് മനസ്സിൽ ചിരിച്ചുകൊണ്ട്, ഇപ്പോൾ എല്ലാവരുടെ ഒപ്പീനിയനും ഫേവറിലാണ്. ഇനിയും ബാക്കിയുള്ളത് അവർക്കിനി തിരിച്ച് വരാൻ പറ്റില്ലാത്ത രീതിയിൽ അവരെ തകർക്കുക. എന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട്, എന്ത് നല്ല ദിവസമാണിത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എൽഡർ പറയുന്നു, ഇവിടുത്തെ മാച്ച് എല്ലാം കഴിഞ്ഞു, ഇനി അടുത്തത് തേർഡ് ക്ലാസ് ഡിസിപ്പിൾസിൻ്റെ മാച്ച്. അപ്പോൾ യോജൻ നമ്മുടെ ടേണായി. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, 10 തുടർച്ചയായ തോൽവി. ഐസൊലേറ്റഡ് ട്രെയിനിങ് കാരണം അവർക്ക് കുറച്ചെങ്കിലും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ സിറ്റുവേഷൻ കണ്ട ശേഷം അവർക്കൂടെയുള്ള കോൺഫിഡൻസും പോയി. എന്നിട്ട് യോജൻ കണ്ട് നമ്മുടെ MCനെ നോക്കുന്നു. നമ്മുടെ MCനെ കണ്ട് യോജൻ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ MCക്കാണ് ശരിക്കും ദേഷ്യം വന്നിരിക്കുകയാണ്. യോജൻ പറയുന്നുണ്ട്, ശാന്തനാകുക, എനിക്കറിയാം നീ ദേഷ്യത്തിലാണെന്ന്. അപ്പോൾ MCയാണ് നല്ല ഒച്ചയിൽ, ശാന്തനാകാനോ? എൽഡറാണെങ്കിൽ തേർഡ് ക്ലാസ് ഡിസിപ്ലിനോട് വരാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ MCയുടെ ആ ഒച്ചയൊക്കെ കേൾക്കുന്നത്. നോക്കുമ്പോഴാണെങ്കിൽ അവിടുത്തെ എല്ലാ ഡിസിപ്പിൾസും ആണെങ്കിൽ നമ്മുടെ MCനെ പിടിച്ചു വെക്കുന്നു. MCയാണ് അവരെല്ലാം തട്ടി മാറ്റിയിട്ടാണെങ്കിൽ അങ്ങ് പോകുന്നു. ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്ന നമ്മുടെ മെർച്ചൻസും. എന്നിട്ട് MCയാണ് അറീനയിലേക്ക് വന്ന് ഇറങ്ങുന്നു. അപ്പോൾ എൽഡർ ചോദിക്കുക, ചൂമ്യു നീ എന്താ ഇവിടെ? അപ്പോൾ MC പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ, ആരാന്ന് എനിക്കറിയണ്ട, ആരെങ്കിലും ഒരാൾ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരാം, ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊല്ലുന്നതിന് മുമ്പ്.
അപ്പോൾ എൽഡർ ഇത് കണ്ട് ഞെട്ടിട്ട് ചോദിക്കുക, ഈ ഭ്രാന്തന് ഇത് എന്ത് പറ്റി? MC ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ എൽഡസ്റ്റാണ് ചിരിച്ചുകൊണ്ടിരിക്കുക. ഒടുവിൽ അവൻ്റെ കൺട്രോളും പോയല്ലേ. എന്നിട്ട് അടുത്തിരുന്ന ഡിസ്പ്ലിനോട് പറയുകയാണ്, ഹൂ യാങ് എ സീനിയർ, അവൻ പ്രതീക്ഷിച്ചതിനേക്കാളും നേരത്തെ വന്നു. നീ അവനെ പോയി പാഠം പഠിപ്പിക്കുക. മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അറീനയിലേക്ക് ആ ഡിസ്പ്ലേ പോകുന്നു. അവിടെ എത്തിയ ഡിസ്പ്ലേ പറയുകയാണ്, ചൂമ്യങ്, നിൻ്റെ അഹങ്കാരം ഞാൻ ഇന്ന് തീർക്കും. ഞാൻ 3rd ക്ലാസ് ഡിസിപ്ലോ സദേനെ സെറ്റ് പേര് പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ MC അവിടെ വന്ന് ആ ഡിസിപ്ലിനെ അറ്റാക്ക് ചെയ്യുന്നു. MCനെ കണ്ട് ഞെട്ടി ആ ഡിസിപ്ലും. MC അവൻ്റെ മുഖത്തുണ്ടൊക്കെ തന്നെ ഒറ്റ ഒരു അറ്റാക്ക്. ഈ സിറ്റുവേഷൻ കണ്ട് അവിടെ നിന്ന എൽഡറും ഡിസിപ്പിൾസും എല്ലാവരും ഞെട്ടിപ്പോയി. MC അപ്പോൾ അവിടെ പറയുന്നു, എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നിന്നെപ്പോലെ വീക്കായി ഒരുത്തൻ ഇങ്ങനെ പെരുമാറുന്നു. നിങ്ങളെല്ലാം മരിക്കാൻ തയ്യാറായിക്കോ. അവിടെ കാണിക്കാൻ നമ്മുടെ ആ സദേൻ സെറ്റ് ഡിസിപ്പിൾസ് കറങ്ങി അടിച്ച് വീഴുന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കും നമ്മുടെ എൽഡറും. ആ ചെക്കൻ ആ ഒരു മൊമെൻറ്റിൽ കാണാതെ അവൻ്റെ ആ മൂവ് എനിക്ക് മിസ്സായെന്നോ? ഞാൻ സദേൻ സെറ്റ് ലീഡറായ ഞാനോ? ഒരിക്കലും ഇല്ല. ആ ഡിസിപ്പിൾ അവിടെ വീഴുന്നു. MC ആണെങ്കിൽ അവിടെ നിന്ന് ഒരു വാളും എടുത്തുകൊണ്ട് ആ ഡിസിപ്പിളിൻ്റെ അടുത്തേക്ക് പോകുന്നു. ചെക്ക എണ്ണിക്കടാ, ഞാൻ എൻ്റെ ഇന്ത്യൻ എനർജി യൂസ് പോലും ചെയ്തില്ല, എനിക്ക് വേദനയാണെന്ന് പറഞ്ഞാൽ അഭിനയിക്കാതെ. അപ്പോൾ അവിടെ ഇരുന്ന ഡിസിപ്പിൾസ് എല്ലാം പറയുന്നുണ്ട്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഓരോരുത്തൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനെ അടിക്കാൻ വേണ്ടി. ഈ മോംഹോസെറ്റാണ്, ഒരു മാനേഴ്സും ഇല്ല. എന്നിട്ട് നമ്മുടെ MC പറയാണ്, ഓ പിന്നെ മാനേഴ്സ്, ഒരു യുദ്ധത്തിൽ നിങ്ങൾ എതിരാളിക്കിടെ കൈയും കൊടുത്ത് ഡ്രിങ്ക്സും കഴിച്ചാണോ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്നിട്ട് ആ സദൻ ഡിസിപ്ലിനാണെങ്കിൽ ബോധം എണ്ണീറ്റു. പുള്ളിക്കാണ് ശരിക്കും നല്ല വേദനയൊക്കെ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് എണ്ണിക്കുക, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനൊക്കെ ലിമിറ്റുണ്ട്. MC ആണെങ്കിൽ ആ ഡിസിപ്ലിനെ കണ്ടിട്ട് അതിശയിച്ചിട്ട് ചോദിക്കുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ ഡിസിപ്ലിനാണ് വേദനയൊക്കെ സഹിച്ചിട്ടാണെങ്കിലും എനിക്ക് ഫൈറ്റ് ചെയ്യാം. പക്ഷേ പുള്ളി ഇത് പറഞ്ഞ് തീരുന്നപ്പോൾ തന്നെയാണ് പുള്ളിയുടെ മൂക്കിൽ നിന്ന് ചോര വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ MC പറയുകയാണ്, ഇതിങ്ങനെ കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ അവൻ മരിക്കില്ലല്ലോ അല്ലേ? കാരണം അവന്മാരെ എനിക്ക് കൊല്ലണമെന്നൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ ഈ സെക്കൻഡ് ലൈഫിലെ ഫസ്റ്റ് മർഡർ എന്ന് പറയുമ്പം അവൻ കുറച്ചധികമല്ലേ ബ്ലീഡ് ആകുന്നത് ഇപ്പം, അത് ഈ ഒറ്റ പഞ്ചിലൂടെ. MC എന്നിട്ടാണ് എൽഡറിൻ്റെ ചോദിക്കുക, അല്ല നമുക്കവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണ്ടേ? എന്നിട്ട് ആ എൽഡറാണ് പറയുകയാണ്, നമുക്ക് 2 സെറ്റിൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പറയുന്നു. എന്നിട്ട് ആ ഡിസിപ്ലിനാണ് തൻ്റെ യൂണിഫോം വലിച്ചു കയറി മൂക്കിലേക്ക് കുത്തു കയറ്റുന്നു. ഇത് കണ്ട MC ആണ് ഞെട്ടി. എന്നിട്ട് പറയുക, ഓ അപ്പോൾ നീ ഇത് കണ്ടിന്യൂ ചെയ്യാനല്ലേ? നീ എന്തായാലും സദൈൻ സെറ്റിലാണെങ്കിൽ തന്നെ എനിക്ക് നിന്നെ ഓർത്ത് ബഹുമാനം തോന്നും. അപ്പോൾ തന്നെ ആ ഡിസിപ്ലിൻ പറയാം, എടാ അഹങ്കാരി നായേ, നീ ചെയ്ത കാര്യത്തിന് നിനക്ക് ഒലിപ്പം നാണം പോലുമില്ലേ? നിന്നെ നീ ആ വലിച്ചു കയറി നായകൾക്ക് ഇട്ട് കൊടുക്കും. MC എന്ത്? എന്നിട്ട് ആ പുള്ളിയാണ് ശരിക്കും ദേഷ്യപ്പെടുമെന്ന് പറയണം, നീ ഇപ്പോൾ വന്ന് ബെഗ് ചെയ്താൽ പോലും ഞാൻ നിന്നെ ക്ഷമിക്കില്ല, ഞാൻ നിന്നെ തകർക്കും, നിൻ്റെ പേരൻസിന് പോലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിൽ. ഇതെല്ലാം കേട്ട് MC, നിന്നെ കണ്ടിട്ട് ബഹുമാനം തോന്നുന്നു പറഞ്ഞത് ഞാൻ തിരിച്ചെടുക്കുന്നു. അപ്പം കണ്ടിന്യൂ ചെയ്താലോ? എന്താ? വേറൊന്നുമില്ല, നിനക്ക് കാണിക്കാനുള്ളത് കാണിക്കാം. നിൻ്റെ ഓപ്പണിങ്ങിനെ റീച്ച് പോലും ചെയ്യാൻ പറ്റില്ലാത്ത എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എടാ, പെട്ടെന്ന് അവിടുന്ന് നമ്മുടെ ഈ ഡിസിപ്ലിനെ വിളിക്കുന്നു ആ എൽഡസ്റ്റ്. നിൻ്റെ കൺട്രോൾ പോകല്, നിൻ്റെ ഓപ്പണിങ്ങിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യില്ല. ഇത് കേട്ടിട്ട് കാര്യങ്ങൾ എന്താ മനസ്സിലായ ഡിസിപ്പിൾ, നീ ആൾക്കാരെ ദേഷ്യപ്പെടുത്തുന്ന എന്തായാലും കഴിവുണ്ട്. അതായിരിക്കും, പക്ഷേ ഇന്ന് ദയ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിൻ്റെ സോഡ് എന്നെ സ്ക്രാച്ച് പോലും ചെയ്യില്ല. ഓ അപ്പോൾ ഞാൻ നിന്നെ ആദ്യം തന്നെ അടിച്ചല്ലോ, ഞാൻ നിന്നെ ഇന്ന് കൊല്ലാൻ പോടാ എന്നും പറഞ്ഞ് ആ ഡിസിപ്ലിനാണെങ്കിൽ MCനെ അറ്റാക്ക് ചെയ്യുന്നു. MC തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നു. എന്നിട്ട് ഒരറ്റാക്ക് ചെയ്തു. 2 പേരും ആ സൈഡിലേക്ക് പോയി. എന്നിട്ട് പെട്ടെന്ന് ആ ഡിസിപ്ലിനാണെങ്കിൽ വേദന കൊണ്ട് കാറുന്നു. എന്നിട്ട് MC സീരിയസ് ആയിട്ട് കുട്ടികൾ എന്നും പറഞ്ഞ് നമ്മുടെ ആ ഡിസിപ്ലിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് MC പറയുന്നു, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു മാനേഴ്സും ഇല്ല എന്നും പറഞ്ഞ് തുടർച്ചയായിട്ട് ആ ഡിസിപ്ലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ആ ഡിസിപ്ലിനാണ് നിലത്ത് വീഴ ഒരുങ്ങിയപ്പോൾ തന്നെ നമ്മുടെ MC ആണെങ്കിൽ പുള്ളിയുടെ മർമ്മത്ത് നോക്കി എന്നെ ഒരു അറ്റാക്ക് ചെയ്തു. ഡിസിപ്ലിനാണെങ്കിൽ വേദന കൊണ്ട് കാറുന്നു. ഈ അറ്റാക്ക് കണ്ടുനിന്ന് ഞെട്ടിയിട്ട് നമ്മുടെ എൽഡസ്റ്റും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മൾ ആ ഡിസിപ്ലിനാണെങ്കിൽ അവിടെ നിന്ന് വേദന കൊണ്ട് തറയിൽ കിടക്കുന്നതാണ്. നമ്മൾ അടുത്തെത്തിയ ഡെൽഫി ആണെങ്കിൽ ആ മൂക്കിലേക്ക് തുണി മാറ്റിയിട്ട്, ഓ അപ്പം നീ എന്നെ റീച്ച് പോലും ചെയ്തില്ല. അപ്പോൾ അവൻ്റെ മൂക്കിന് ചോര ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ MC ആണ് പറയുക, ഇതൊക്കെ കണ്ടിട്ട് അതിശയിക്കല്ലേ? പക്ഷേ നമ്മുടെ എൽഡസ്റ്റാണ് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് MC ആണ് ആ അറീനയിലേക്ക് പോയി മാറിയിട്ട് അവിടെ ഇരിക്കുന്നു. അവിടെ ഫിനാൻസുകളാണ് മനസ്സിലാലേക്ക്, ഇവിടെ എന്തീ സംഭവിക്കുന്നത്? ഞാൻ സ്വപ്നം കാണുവാണോ? ആ ചൂമയും ആ 3rd ക്ലാസ് ഡിസിപ്ലിനായിട്ട് ജയിച്ചോ? അതും ഇത്ര പെട്ടെന്ന്? സെറ്റിലിയടോ ഇത്. പക്ഷേ സെറ്റിലിയറിനെ നോക്കി പുള്ളി ശരിക്കും ഞെട്ടിപ്പോയി നിൽക്കുകയാണ്. ആ ഞെട്ടിൽ കണ്ടത് ഫിനാൻസിലോട്ടൊന്ന് ഞെട്ടിപ്പോയി. അന്ന് അങ്ങോട്ട് മാറി നോക്കിയപ്പോൾ നമ്മുടെ സീനിയർ ബ്രദർ ഹ്യൂങ്സാങ്ങും ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, വെയിറ്റ്, ആ കുട്ടി അവൻ അത്രയ്ക്ക് സ്ട്രോങ് ആകേണ്ടതല്ലല്ലോ. എന്നിട്ട് സെറ്റിലിയർ പറയാം, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലോ, അവൻ തോൽക്കേണ്ടതല്ലായിരുന്നോ? അവർ 2 പേരും ഒരുമിച്ച്, അവൻ എന്തുകൊണ്ടാണ് വിൻ ചെയ്തത്? ഫിനാൻസിലർ പറയുകയാണ്, നമ്മുടെ സെറ്റിൽ ഒരാൾ ജയിച്ചു, എന്നിട്ട് നിങ്ങൾ എന്താ ഈ പറയുന്നത്?
ഇതിലും ഭേദം അവൻ്റെ അടുത്ത് തോൽക്കാൻ പറയുന്നല്ലേ. ആ എൽഡറാണ് സ്വയം മുഖത്തൻ്റെ അടിച്ചിട്ട് ജോവിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, അവൻ എത്ര നാളായി ഈ സെറ്റിൽ ജോയിൻ ചെയ്തിട്ട്? അതേതാണ്ട് ഒരു 6 മാസം. 6 മാസമോ? നീ പറയുന്നത് അവൻ ജോയിൻ ചെയ്തിട്ട് 6 മാസമായിട്ടുള്ളൂ, എന്നിട്ട് അവൻ സദൈൻ സെറ്റ് ഡിസിപ്ലിനെ തോൽപ്പിച്ചു. പിന്നെ അതിലുപരിയായിട്ട് അതും ഒരു വൺ സൈഡഡ് ആയിട്ട്. അവൻ ഇതെല്ലാം ഈ 6 മാസം കൊണ്ടാണ് അച്ചീവ് ചെയ്തേ. അവൻ ഇവിടെ ചെയ്തതിന് മുമ്പ് വേറെ എന്തെങ്കിലും മാർഷൽ ആർട്സ് പഠിച്ചായിരുന്നോ? അവനില്ല. പക്ഷേ അവൻ എന്തോ സ്ട്രോങ് ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അവൻ്റെ സ്ട്രെങ്ത് അത്ര ഈസി ആയിട്ട് റിവീലാക്കില്ല. അപ്പോൾ സെറ്റ് ലീഡറാണ് അതിശയത്തോടെ പറയാണ്, ഞാനോർത്തു നമ്മുടെ സെറ്റിൽ വന്നു വീണ ലക്കി സ്റ്റാർ ആണെന്ന് അവൻ. ഞാനോർത്തത് നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത അവൻ്റെ അടുത്തുനിന്ന് വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് തെറ്റാണെന്ന് ഓർത്തെ. പക്ഷേ അവൻ്റെ മാർഷൽ ആർട്സിലുള്ള ടാലൻറ്റ് പ്രതീക്ഷിച്ചേക്കാളും കൂടുതലാണ്. അവനൊരു ജീനിയസാണ്. അപ്പം പറയുവാണെങ്കിൽ നമുക്ക് ഒരു വിന്നായി അല്ലേ? ഇതുവഴി നമ്മൾ കുറച്ചെങ്കിലും ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, ശരിയല്ലേ? ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ല, ഇത് വെറും നമ്മുടെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്തെന്ന് മാത്രമല്ല, അതിലും ഉപരിയായിട്ട് നമ്മുടെ മോങ്കോസെറ്റിനെ 100 വർഷത്തോളം ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരുത്തനെ കണ്ടുപിടിച്ചു എന്നാണ്. അപ്പോൾ അവിടുത്തെ മെർച്ചൻസൊക്കെ പറയാണ്, കണ്ടിട്ട് മോങ്കോസെറ്റിലെ ചെക്കൻ വിജയിച്ചു എന്ന് തോന്നുന്നു. അത് ശരിയാണ്, പക്ഷേ ഇതും ഒരു വൺ സൈഡ് മാനറിലല്ലായിരുന്നു. ഫസ്റ്റ് മാച്ചിൽ സദേൺ സെറ്റിലെ ഡിസിപ്പിൾസ് എല്ലാം കൂടുതൽ ടാലൻറ്റഡ് ആയിരുന്നു. പക്ഷേ മോങ്കോസെറ്റിൽ ഇങ്ങനെയും ടാലൻറ്റഡ് ഒരുത്തനുണ്ടായിരുന്നു. അപ്പോൾ എൽഡർ വാങ്ങും മനസ്സിൽ, ഉറപ്പായിട്ടും അവൻ ഇതെങ്കിലും ചെയ്യാൻ പറ്റും. അന്ന് മേഘോ മർഷൻ ഗിൽഡിൽ അവൻ്റെ മാർഷൽ പവേഴ്സ് പേഴ്സണലായിട്ട് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ അവനെ ട്രസ്റ്റ് ചെയ്തതിനൊരു റീസണുണ്ട്. ആ ചെറിയ ടോസ്റ്റ് ഒരു തോൽക്കുന്ന ഫൈറ്റ് ചെയ്യാറില്ല. ചിലപ്പോൾ അവ ആദ്യം തന്നെ ഇതെല്ലാം എക്സ്പെക്റ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് ഇവർ പ്രതീക്ഷിച്ചേക്കാളും ഡിഫറൻ്റ് ആയിരിക്കും. അവരെല്ലാം നമ്മുടെ MC-നെ ആണെങ്കിൽ അപ്പോൾ പൂഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം തൊട്ട് അവൻ ഒരു ബിഗ് ഫിഷാണെന്ന് എല്ലാവരും മനസ്സിലാക്കി കാണും. സ്വപ്നം പോലും കാണണ്ട, ഞാൻ പിടിച്ചത് ഈ ഫിഷാണ്. അപ്പം വേറൊരു മെർച്ചൻ്റ്, പക്ഷേ ഇതൊരു വിജയമല്ലേ? ഇപ്പം ബാക്കി എല്ലാ ഡിസിപ്പിൾസും തോൽക്കുകയാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ആ കുട്ടി മാത്രം കുറച്ച് ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന്. അപ്പോൾ അവൻ പറയുന്നത് തെറ്റില്ല. ഇനിയും നിനക്ക് എന്താ സാധിക്കാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരൂ ടോസ്റ്റ് ചൂമയോ. ഇത് വെറുമൊരു അതിശയകരമായ ഇവൻറ്റിൽ അവസാനിക്കുകയോ ഇല്ലെങ്കിൽ മോൺഫോസെറ്റിൻ്റെ കൗണ്ടർ അറ്റാക്ക് തുടങ്ങുവാണോ?